നമ്മുടെ കേസിന്റെ കാര്യം കഴിഞ്ഞ അന്ന് ആ പോലീസുകാരൻ ആക്രമിക്കപ്പെട്ടു. അതിന്റെ പിന്നിൽ ആരാന്ന് അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതെ, അത് ജ്യോതിമോള് പറഞ്ഞത് ശരിയാ. മാത്രമല്ല, നമ്മള് സംശയിക്കുന്ന ആള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. എടാ ഹരി, നീ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയും. ഞാൻ പറയാം. എന്റെ ഹരിയുടെ വിവാഹത്തിന്റെ പ്രൂഫ് ഉണ്ടാക്കുന്ന കാര്യം എനിക്ക് സമ്മതമല്ല. കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമാണ് നമ്മുടെ വിവാഹം. അത് കഴിഞ്ഞപ്പോ അത് മറ്റു പലരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയായി. അതല്ലാതെ ഈ വിവാഹത്തിന് വേറെ വല്ലതും ഉണ്ടോ? ഉണ്ടോ ഹരി? അല്ല, ഇതാണോ ഇപ്പോ ആനക്കാരായിട്ട് ചർച്ച ചെയ്യേണ്ടത്? ആണോ? തലേ വന്ന് കിടക്കുന്ന കേസിൽ നിന്ന് ഒന്നും ഊരി പോരാണ്ടായോ? പോലീസുകാർ നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ, എന്ത് ചാർജ് വേണേലും ചെയ്തോട്ടെ. കൂടി വന്ന കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. എന്ത് നിസ്സാരമായിട്ടാ നീ പറയുന്നത്? നിന്നെ ജയിലിൽ കൊണ്ടുപോയി ഇടാനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? അഭിപ്രായം പറയാൻ എളുപ്പമാ, പക്ഷെ ഇത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലെ തീ കൂടി കാണാൻ പഠിക്കണം. മോളെ, കളിയോ കാര്യോ? അതെ സുജാതെ, ഇവരുടെ വിവാഹം നടന്ന ക്ഷേത്രമില്ലേ? ഞാനേ അവിടുത്തെ സെക്രട്ടറിയോടൊന്ന് സംസാരിച്ചു നോക്കാം. അതെങ്ങനെയാ അമ്മാവാ? അമ്പലത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഈ സമുദായത്തിന്റെയോ ഏതെങ്കിലും സംഘടനകളുടെയോ രജിസ്റ്ററിലൊക്കെ ഒപ്പിടണ്ടേ? നമുക്ക് അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എടാ, അതെ, ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും നേരെ ചൊവ്വയാണോ നടക്കുന്നേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രമിച്ചു നോക്കാന്ന്. എന്തായാലും അങ്ങനെ ഒന്ന് കിട്ടിയാ അതിനൊരു നിയമസാധ്യത ഉണ്ടല്ലോ. എന്നാ രാമകൃഷ്ണേട്ടൻ അതിനൊന്ന് ശ്രമിച്ചു നോക്ക്. ഓ അമ്മേ, മോൾക്ക് സംസാരിക്കാനുള്ളത് അമ്മ കേൾക്കാം. പക്ഷെ ഇതാണ് ഇപ്പൊ പ്രധാനം. ഒന്ന് ശ്രമിച്ചു നോക്കാം, അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടി ചാവാം. മധുര നൊമ്പരക്കാറ്റ്